നമ്മൾ ഇൻസിനേറ്റർ ഒരു 10 to 15 ഇയേഴ്സ് കൂളായിട്ട് റൺ ആവും വിത്തൗട്ട് എനി പ്രോബ്ലം. ഇതിന്റെ ഇൻസ്റ്റാളേഷന് ശേഷം ഏതെങ്കിലും രീതിയിലുള്ള ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യോ? അതുപോലെ ഇതിന്റെ ലാസ്റ്റിംഗ്, വാറന്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇൻസിനേറ്റർ കംപ്ലീറ്റ്ലി ഫ്യൂവൽ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഈ ഇൻസിനേറ്റർ മെയിൻ്റെനൻസ് ഫ്രീ ആണ്. ഒന്നാമത്തെ ഇതിലൊരു ഇലക്ട്രിക്കൽ പാർട്സോ അങ്ങനത്തെ ഒരു സംഗതി ഇതിൽ വരുന്നില്ല. അപ്പോൾ ഇൻസിനേറ്റർ കംപ്ലീറ്റ്ലി മെയിൻ്റെനൻസ് ഫ്രീ ആണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും കൺസേൺസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ എൻ്റെ നമ്പർ ഉണ്ട്, എൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ തന്നെ 24/7 നമ്മൾ അവൈലബിൾ ആണ് ഓൺ ദി കോൾ. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ടീമിനെ അവിടെ പറഞ്ഞയച്ച് ആ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ നമ്മൾ കൊടുക്കും. നമ്മൾ ഇൻസിനേറ്റർ നമ്മൾ 5 കൊല്ലമാണ് വാറണ്ടി കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഇൻസിനേറ്റർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കാർബൺ സ്റ്റീലാണ്. നമ്മൾ നോർമൽ MSO SSO വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ കാർബൺ സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മെറ്റീരിയലിൽ കാർബൺ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഹീറ്റ് റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി കൂടും. അപ്പോൾ കമ്പയറിങ് ടു MS or SS നമ്മൾ ഇൻസിനേറ്റർ ഒരു 10 to 15 ഇയേഴ്സ് കൂളായിട്ട് റൺ ആവും വിത്തൗട്ട് എനി പ്രോബ്ലം. ഒരു മെയിൻ്റനൻസോ ഒരു സംഗതിയോ വരാനില്ല. ബിക്കോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫുൾ ഹൈ ക്വാളിറ്റി സാധനമാണ്. ഈവൻ എവറി ഹിഞ്ചസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫുൾ ഹൈ ക്വാളിറ്റി സാധനമാണ്. പിന്നെ നമ്മൾ ഈ ഇൻസിനേറ്റർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചിമ്മിനി ഉണ്ട്. നമ്മൾ സീംലെസ് പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഷെഡ്യൂൾ 40 ഗ്രേഡുള്ള ടാറ്റയുടെ സീംലെസ് പൈപ്പാണ്. അപ്പോൾ അതിനൊക്കെ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. നമ്മൾ ചിമ്മിനിക്ക് നമുക്ക് മറ്റേ വെൽഡിങ് ഒന്നും വരാത്ത ടൈപ്പ് സാധനമാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമുക്ക് ഈ ലോങ് ടേം യൂസ് ചെയ്യുമ്പോൾ ഈ വെൽഡിങ് എല്ലാം പൊട്ടി തുടങ്ങും. അപ്പോൾ ആ ഒരു സംഗതി നമുക്ക് ഇതിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ കാർബൺ സ്റ്റീൽ ഉണ്ട്. പിന്നെ അത് നമ്മൾ ഏറ്റവും നല്ല തിക്നെസ് ഉള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ സംഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഫ്യൂച്ചർ ഡാമേജ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഇൻസിനേറ്റർ നമുക്ക് ഫയർ വരിക ഇതിൻ്റെ ചിമ്മിനി സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷനിലാണ്. അപ്പോൾ അവിടെ വരെ നമ്മൾ നല്ല തിക്നെസ് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മെയിൻ്റനൻസ് ഫ്രീ എന്നുള്ളൊരു സംഗതിയിലേക്ക് എത്തിക്കാൻ പറ്റും. സോ നിങ്ങൾ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടോ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒരു ഇൻസിനറേറ്റർ തിരഞ്ഞു നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ റിവോൾടെക്കിനെ കോൺടാക്ട് ചെയ്താൽ മതി.